ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലും സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഗിബ്ലി ഫോട്ടോ AI എഫക്റ്റ്. ഇത് കമ്പ്യൂട്ടറിൻ്റെ സഹായം ഒന്നുമില്ലാതെ തന്നെ നമുക്ക് മൊബൈലിൽ നിർമ്മിക്കാൻ സാധിക്കും. ഇതിനായിട്ട് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഞാൻ അതൊക്കെ സന്ദർശിച്ച് നോക്കി, പക്ഷേ അതൊന്നും അത്ര പെർഫെക്റ്റ് അല്ല. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ChatGPT ആണ്. അതിൽ നമുക്കിപ്പോൾ നമ്മുടെ മുഖം, അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ്, അതുപോലെ തന്നെ പാൻറ്, അതുപോലെ തന്നെ നമ്മുടെ ഷൂസ്, ഇതൊക്കെ കളറും എല്ലാം കൃത്യമായിട്ട് അതേപടി വരണമല്ലോ. അപ്പോൾ അത് എനിക്ക് കിട്ടുന്നത് ChatGPTയിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫോട്ടോ ഇതുപോലെ ഗിബ്ലി ഫോട്ടോ AI എഫക്റ്റിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ഒരൊറ്റ ക്ലിക്കിൽ. അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ChatGPT ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന ആളാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. പക്ഷേ നിങ്ങളുടെ മെയിൽ ID കൊടുത്തിട്ട് ഇവിടെ സൈനപ്പ് ചെയ്യണം കേട്ടോ. ഇവിടെ സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ മെയിൽ ID പാസ്വേഡും കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ID ഇവിടെ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു ഗൂഗിൾ ID ഇവിടെ തിരഞ്ഞെടുത്തിട്ട് സൈനപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തതാണ്. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേരും ഇതൊക്കെ കാണിക്കും. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഇവിടെ ചോദിക്കും. അതൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് ഇതുപോലെ ജനറേറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫാമിലി ഫോട്ടോ ആണെങ്കിലും സിംഗിൾ ഫോട്ടോ ആണെങ്കിലും ഏതാണെങ്കിലും. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു എഫക്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ ഒരു കാര്യം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ നേരത്തെ ടൈപ്പ് ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടേൺ ദിസ് ഇൻ ടു ഗിബിൽ സ്റ്റൈൽ സ്റ്റുഡിയോ എന്ന്. അതിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഞാനിപ്പോൾ പറഞ്ഞ പോലെ. എന്നിട്ട് നിങ്ങൾ ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് 3 മിനിറ്റോളം ഈ ഒരു ഫോട്ടോ ജനറേറ്റ് ആയിട്ട് വരാൻ ടൈം എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എത്ര ടൈമാണ് നിങ്ങൾക്ക് എടുക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയായാലും നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ ജനറേറ്റ് ആയിട്ട് കിട്ടും. കുറച്ച് നേരം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം ഈ ഒരു ഫോട്ടോ ആണ് ഇവിടെ താഴെ ജനറേറ്റ് ആകുന്നത്. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞാനിപ്പം ഫാസ്റ്റ് ആക്കിയതാണ് വീഡിയോ. അത്രയും സമയം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, ഇവിടെ ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല രൂപത്തിൽ വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ചെടികളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ കളറും അതുപോലെ തന്നെ പാൻസും എല്ലാം കൃത്യമായിട്ട് അതേപടി തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ ഗാലറിയിൽ സേവ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോയിൽ ലോങ് പ്രസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ സേവ് ഉണ്ട്, അതുപോലെ തന്നെ ഷെയർ എന്ന ഭാഗമുണ്ട്. സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇത് ഗാലറിയിൽ സേവ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ബാക്ക് വരാം. എന്നിട്ട് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്തു. ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ആ ഒരു പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ട് നല്ല രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഫോട്ടോ നിങ്ങൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഫോട്ടോ ഇതുപോലെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, ആ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരൊറ്റ ക്ലിക്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു എഫക്റ്റിലേക്ക് മാറ്റുമ്പോൾ 2 to 3 മിനിറ്റെങ്കിലും എടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.